ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ ആ ഒരു പുണ്യ ദിനങ്ങളിലൂടെ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ധ്യാനിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഞാനിപ്പോൾ ഉള്ളത് കുട്ടിക്കാനത്തുള്ള എൽ കാർമലോ ധ്യാന കേന്ദ്രത്തിലാണ്. ഇവിടെ പ്രത്യേകമായ ഒരു പ്രാർത്ഥനാ രീതി, ഈശോയുടെ കൈ കെട്ടപ്പെട്ട രൂപത്തോടുള്ള അത്ഭുത രൂപത്തോടുള്ള പ്രാർത്ഥനയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഒരു പ്രാർത്ഥനാ വീഥിയുടെ മുമ്പിലാണ്. എന്താണ് ഈ ഒരു രൂപത്തിൻ്റെ പ്രത്യേകത? ഒരുപാട് വിശ്വാസികൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും മുട്ടിലിഴഞ്ഞുകൊണ്ട് ആ രൂപത്തിനോട് ചെന്ന് പ്രാർത്ഥിക്കുകയും ഒരുപാട് അത്ഭുതങ്ങൾ സാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു നോമ്പ് കാലത്ത്, ഈ ഒരു പീഡാനുഭവ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തന്നെ ഈശോയുടെ കൈകെട്ടപ്പെട്ട ഈ രൂപത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായ ഫാദർ ഏണസ്റ്റ് തോമസ് OCD അച്ഛനാണ്. അച്ഛനോട് തന്നെ നമുക്ക് ഈ ഒരു രൂപത്തെക്കുറിച്ചും ഇവിടെയുള്ള ഈ ഒരു അത്ഭുത പ്രാർത്ഥന രീതിയെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം. അച്ഛാ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതാ മനുഷ്യൻ അല്ലേ? എച്ച് ഹോമോ എന്നാണ് ഇതിൻ്റെ ലാറ്റിൻ പാദം. ഇതാ മനുഷ്യൻ എന്നാണ്. ഇത് നമ്മുടെ ആവിലെ അമ്മ ത്രേസ്യയുടെ ഒരു ദർശനമാണ്. അപ്പം കൈകെട്ടപ്പെട്ട ഈശോയുടെ മുമ്പിൽ ആയിരിക്കുമ്പം ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഈ അമ്മ ത്രേസ്യയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഒത്തിരി മഠങ്ങളും ആശ്രമങ്ങൾ സ്ഥാപിച്ച ഒരു വലിയ വിശുദ്ധയാണ്. അപ്പം വിശുദ്ധയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു രൂപമാണിത്. അപ്പം അത് കുട്ടിക്കാനത്ത് കുറേയേറെ വർഷങ്ങളായി ഇപ്പോൾ ഇതിവിടെ സ്ഥാപിച്ചിട്ട്. അപ്പം ഒത്തിരിയേറെ ആൾക്കാരിവിടെ കടന്നു വരാറുണ്ട് ദിവസവും. പ്രത്യേകിച്ച് അടുത്തൊരു കോളേജുണ്ട്, മരിയൻ കോളേജുണ്ട്. മരിയൻ കോളേജിലെ ഒട്ടുമിക്ക കുട്ടികളും നമസ്കാരായ കുട്ടികളെല്ലാം ഇവിടെ വരാറുണ്ട്. മുട്ടിൽ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് അവർക്ക് ഒത്തിരിയേറെ കാര്യസാധനങ്ങൾ നടത്തിയിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ മനസ്സിന് കുറച്ച് അസ്വസ്ഥത ഉണ്ടാകുമ്പം അവരോട് വന്നിരുന്ന് വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. വെറുതെ ഇങ്ങനെ ഇരുന്ന് കർത്താവിന് മുമ്പിൽ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് വളരെ സന്തോഷത്തോടെ എഴുന്നേറ്റ് പോകുന്നതാണ്. അത് ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇതിൻ്റെ പ്രാർത്ഥന എല്ലാ ശനിയാഴ്ചയും ഉണ്ട്. എല്ലാ ശനിയാഴ്ചയും രാവിലെ 10 മണി മുതൽ 1 മണി വരെയാണ് ഇതിൻ്റെ പ്രാർത്ഥന. ഇപ്പം ദേവാലയത്തിൽ നിന്ന് പ്രദക്ഷിണമായിട്ട് ഈ ത്യാഗവേദിയിലൂടെ പോകും. സാധാരണ വിശ്വാസികൾ ചെരുപ്പിടാണ്ടാണ് നടക്കുന്നതും മുട്ടുകുത്തുന്നതും മുട്ടിലെഴുന്നതൊക്കെ ഇങ്ങനെയാണ്. ഒത്തിരിയേറെ വിശ്വാസികൾ ശനിയാഴ്ചകളിൽ വരാറുണ്ട്. അവർ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് ഏതാണ്ട് 130 വർഷത്തോളം ആയിട്ടുള്ളൊരു ആശ്രമമാണിത്. നേരത്തെ ഒരു ഇടവപ്പള്ളി ആയിരുന്നു. പിന്നെ ഇടവപ്പള്ളി മാറ്റി ഇപ്പോൾ അത് ആശ്രമ ദേവാലയം മാത്രമായിട്ട് കൊണ്ടാടുകയാണിത്. ഇത്തരത്തിലൊരു വീതി, ഇതുപോലെ ഒരു ത്യാഗവീതി ആ ഒരു സന്നിധിയിലേക്ക് വെച്ചിട്ട് എത്ര വർഷമായി? ഏകദേശം ഒരു 12 വർഷത്തോളം കഴിഞ്ഞിപ്പം. ഇവിടെ നേരത്തെ ആശ്രമസിഷ്ടായിരുന്ന ബിജു അച്ഛനാണിത് ഇവിടെ സ്ഥാപിച്ചത്. അപ്പം ഈ ഒരു രൂപത്തോടുള്ള വണക്കം അതിന് മുമ്പ് മുതലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിട്ടില്ലായിരുന്നു? പക്ഷെ ഞങ്ങളുടെ ആവിലാസദൻ കണ്ണൂർ ഉണ്ടായിരുന്നു. കണ്ണൂർ നമ്മുടെ ഇരിട്ടിക്കടുത്ത് എടൂരിൽ ആവില അമ്മയുടെ ഒരു പള്ളിയുണ്ട്. അവിടെ ധാരാളം ആളുകൾ വരാറുണ്ട്. അപ്പം അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇവിടെയും ഇപ്പോൾ ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അച്ഛാ ഇവിടെ ഇങ്ങനെ 14 സ്ഥലങ്ങൾ വേറെയുണ്ട്, പക്ഷെ ഒന്നാം സ്ഥലം എന്ന് പറഞ്ഞ് ഈശോയെ 30 വെള്ളിക്കാശിന് യൂദാസ് ഒറ്റിക്കൊടുക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 സ്ഥലങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്താണ് അതിൻ്റെ പിന്നിൽ? 3 സ്ഥലങ്ങളെന്ന് പറയുന്നത് ഈശോ ഇങ്ങനെ ബന്ധുസ്സനാകുമ്പോഴുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മളുമായിട്ടിങ്ങനെ ഈ മനുഷ്യനുമായിട്ടുള്ളൊരു താതാത്മ്യം പ്രാപിക്കുന്ന പറയത്തില്ലേ, അപ്പം അതിൻ്റെ ഒരു രീതിയിൽ 3 സ്ഥലങ്ങൾ നമ്മുടെ വേദനകളൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു രീതിയിലാണ്. യേശു അനുഭവിച്ച അസ്വസ്ഥത നമ്മൾ അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്നു. അപ്പം 3 സ്ഥലങ്ങളായിട്ടാണ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതായത് ഈ കൈകെട്ടപ്പെട്ട ഈശോയോട് എത്തുന്നതിന് മുമ്പ്
നമ്മൾ ധ്യാനിക്കേണ്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ധ്യാനിക്കേണ്ട 3 സ്ഥലങ്ങളാണ് അല്ലേ? അതെ 3 സ്ഥലങ്ങളാണ്. അതപ്പം കൈകിട്ടതിന് മുമ്പ് ഈശോ അനുഭവിച്ച വ്യതകൾ നമ്മൾ ധ്യാനിക്കുന്ന ഒരു രീതി തന്നെയാണിത്. ഈ ഒരു യാത്ര നടക്കുമ്പോൾ അത് എന്തെങ്കിലും പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലിക്കൊണ്ട് വേണമോ നടക്കാൻ? അങ്ങനെ നമ്മൾ കർണക്കൊന്തയ്ക്ക് ചൊല്ലുന്ന ഈശോയുടെ ദാരുണമായ പീഡാനുഭവം ആ ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ട്. പിന്നെ കൈകിട്ടിയ ഈശോയുടെ ഒരു പാട്ട്, ബന്ധിതനാം ഈശോ തുടർന്നൊരു പാട്ട് നമ്മൾ പാടിക്കൊണ്ടാണ് പോകുന്നത്. ഇങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ മുട്ടുകുത്തിയൊക്കെ പോകും. ഇപ്പോൾ നമുക്ക് നടക്കുമ്പോൾ തന്നെ നമ്മൾ സ്ഥിരം ഇത്തരത്തിൽ ചെരുപ്പില്ലാതെ നടക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ മുട്ടുകുത്തിയൊക്കെ പോകുന്നവർ ഒരുപാട് പേരുണ്ടല്ലേ? ഒത്തിരിയേറെ ആൾക്കാർ മുട്ടുകുത്തി പോകാറുണ്ട്. പ്രത്യേകിച്ച് കോളേജിലെ കുട്ടികൾ ഞാൻ സ്ഥിരം കാണുന്നൊരു കാഴ്ചയാണ്. ചിലപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മുട്ടുകുത്തി പോയി ആ തിരുനടയിൽ നിന്നുകൊണ്ട് കുറേ സമയം നിന്ന് വെറുതെ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ വളരെ സന്തോഷത്തോടെ പോകുന്ന ഒത്തിരിയേറെ കുട്ടികളെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി മുതിർന്ന ആൾക്കാരും ഇങ്ങനെ വന്ന് പോകാറുണ്ട്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് നടന്ന് ഇവിടെ ഈ ഒരു സന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കൈകെട്ടപ്പെട്ട ഈശോയുടെ ആ ഒരു അത്ഭുത രൂപം നമുക്ക് കാണാൻ സാധിക്കും. അച്ഛാ, ഈ ഒരു രൂപം, ഇത്തരത്തിൽ കൈകെട്ടപ്പെട്ട ഈശോയുടെ ഈ രൂപം ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്ക് മാത്രമാണോ കാണപ്പെട്ടിരിക്കുന്നത്? ആവില അമ്മ ത്രേസ്യ എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥതയോടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം അമ്മയ്ക്ക് വഴി കാട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ദർശനമെന്ന രീതിയിലാണ് ഇത് പറയുന്നത്. അപ്പം ഇതൊരു ചിത്രം വണങ്ങിക്കൊണ്ട് പോകുമ്പോൾ അമ്മ ത്രേസ്യയ്ക്ക് എല്ലാ കാര്യങ്ങളുമൊക്കെ സാധിച്ചു കിട്ടിയിട്ടുണ്ട് എന്നാണ് അമ്മ ത്രേസ്യ കുറിച്ച് വെക്കുന്നത്. നമ്മളിവിടെ ഈ സന്നിധിയിൽ എത്തുമ്പോൾ ഈ 2 സൈഡും ഒരുപാട് പേപ്പറുകൾ ചുരുട്ടുകളായിട്ട് കെട്ടിയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ? ഇത് അവരുടെ നിയോഗങ്ങൾ എഴുതിയിടുന്നതാണ്. ഇപ്പം അതുപോലെ തന്നെ വചനങ്ങൾ എഴുതിയിടാറുണ്ട്. ഈ വലിയ കെട്ടുകളെന്ന് പറയുന്നത് വചനങ്ങൾ എഴുതിയിട്ടേക്കുന്നതാണ്. ഒരു വചനം തന്നെ അവരെ സ്പർശിക്കുന്ന വചനം, അവർക്ക് സൗഖ്യം കൊടുക്കുന്ന വചനം, അതൊക്കെ എഴുതിയിടുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ എഴുതിയിടാറുണ്ട്. എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം എഴുതിയിട്ടിട്ട് ഇവിടെ കെട്ടിയിട്ട് പ്രാർത്ഥിക്കും. ശേഷം മധ്യസ്ഥ പ്രാർത്ഥന നടക്കുമ്പോൾ അത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട്. അതെ, ഈ വചനങ്ങൾ എഴുതിയിടുന്നതും പ്രത്യേക എന്തെങ്കിലും നിയോഗങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെയാണ്? അതെ, നിയോഗങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ടാണ്. ഇപ്പം ചിലർക്ക് മദ്യപാനം മാറണമെങ്കിലും അതുപോലെ തന്നെ സമൃദ്ധി, കുടുംബത്തിലെ ബാധ്യതയൊക്കെ മാറുന്ന ഒരു ശൈലിയാണ്. പിന്നെ വന്യമൃഗങ്ങൾ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരിയേറെ ആൾക്കാർ വരാറുണ്ട്. ഒരുപാട് പേര് സൗഖ്യം ലഭിച്ചതായിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ തങ്ങൾ പ്രാർത്ഥിച്ച നിയോഗം സാധിച്ച് ലഭിച്ചതായിട്ടോ ഒന്ന് സാക്ഷ്യപ്പെടുത്താറുണ്ടോ? സാക്ഷ്യം ഞങ്ങൾ കേൾക്കാറുണ്ട്. പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയാറില്ല, അധികമായിട്ടൊന്നും പറയാറില്ല. ഇവിടെ ഒരു പ്രാർത്ഥന 33 പ്രാവശ്യം ആവർത്തിച്ചല്ലാണ്ട് ഒരു പ്രാർത്ഥന എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിയോഗം പറഞ്ഞുകൊണ്ട് അല്ലേ, അതായിരിക്കും വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത്. അതെ, ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ നിന്ന് വെറുതെ ഇങ്ങനെ ചിലപ്പോൾ ഇരിക്കും, ചിലപ്പോൾ നിൽക്കും, മുട്ടുകുത്തിയിരിക്കും. അങ്ങനെ നിന്നിട്ട് ആ ഒരു പ്രാർത്ഥന ചൊല്ലി 30 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ അതിന് പോണത്. എന്നിട്ട് പലപ്പോഴും ഞങ്ങളുടെ ഡയറക്ടേഴ്സിനടുത്ത് അവർ സാക്ഷ്യങ്ങൾ പറയാറുണ്ട്. അച്ഛാ, ഈ ഒരു രൂപം അമ്മ ത്രേസ്യയുടെ ഭക്തി അല്ലേ, അമ്മ മുറിയിലുണ്ടായിരുന്നു, അതിലൂടെയാണ് പിന്നീട് ഭക്തിയായിട്ട് വരുന്നത് അല്ലേ? എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ച്? ഇത് ഒരിക്കലും അമ്മ ത്രേസ്യ ചാപ്പലിരിക്കുമ്പം അമ്മ ത്രേസ്യക്ക് ദർശനം ഉണ്ടാകുന്നൊരു വിശുദ്ധയാണ് അമ്മ ത്രേസ്യ. അപ്പം എക്സ്റ്റസിയൊക്കെ ഉണ്ടാകുന്ന ഒരു വിശുദ്ധയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദർശനം ഉണ്ടാകുന്നത്. ഈശോയും അമ്മ ത്രേസ്യയും തമ്മിൽ വളരെ അഗാധമായ ബന്ധമുണ്ട്. അതാണ് ഈശോയുടെ അമ്മ ത്രേസ്യ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ചാപ്പലിരിക്കുമ്പം ഒരു ദർശനം ഉണ്ടായി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ണുനീരണിഞ്ഞുകൊണ്ട് ചാപ്പലിലേക്ക് കടന്നു വരുമ്പം
സന്തോഷത്തോടെ പോകുന്ന ഒരു അമ്മ ത്രേസ്യയെ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പം എന്ത് പ്രതിബന്ധം ഉണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും അമ്മ ത്രേസ്യ ചാപ്പലിൽ വന്ന് ഈശോയോട് കാര്യങ്ങൾ ചോദിച്ച് പറയുന്നു. ചിലപ്പം ഈശോ മിണ്ടാതിരിക്കുന്നു, അപ്പോൾ അമ്മ ത്രേസ്യയോട് ഈശോ സംസാരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദർശനത്തിലൂടെയാണ് ഒത്തിരിയേറെ മിണ്ടാമടങ്ങളും ആശ്രമങ്ങളൊക്കെ അമ്മ ത്രേസ്യ സ്ഥാപിച്ചത്. അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ കുറച്ച് മുമ്പുണ്ടായ ഒരു ചിന്ത ഇതാണ്. അമ്മ ത്രേസ്യയുടെ കട്ടിലിൽ ഒരു ഉണ്ണി കടന്ന് ഓടുകയും ചാടുകയും ചെയ്യുമ്പം നീ ആരും ചോദിക്കും. അപ്പം അമ്മ ത്രേസ്യ പറയുന്നുണ്ട്, ഞാൻ ഈശോയുടെ ത്രേസ്യ എന്ന് പറയുമ്പം ആ കുട്ടി വരുന്നുണ്ട്, ഞാൻ തെരേസയുടെ ഈശോ എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഉള്ള അനുഭവങ്ങൾ അമ്മ ത്രേസ്യക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു അനുഭവമാണ് ഈ ഒരു കൈകെട്ടി ഈശോയുടെ ദർശനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരിയേറെ അനുഭവങ്ങൾ അമ്മ ത്രേസ്യക്ക് ഉണ്ടാകാറുണ്ട്. അത് തൻ്റെ സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കൊക്കെ അമ്മ ത്രേസ്യ പകർന്നു കൊടുക്കാറുണ്ട്. കൈകെട്ടപ്പെട്ട ഈശോയുടെ ഈ ഒരു അത്ഭുത തിരുസ്വരൂപത്തിന് മുമ്പിൽ വന്ന് ചൊല്ലുന്നൊരു പ്രാർത്ഥനയുടെ ഒരു കാർഡ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ ഒരു പ്രാർത്ഥന ചെല്ലാം. ആ ഒരു പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടാണ് വിശ്വാസികൾ ഇവിടെ വരുന്നതും ഒരുപാട് നിയോഗങ്ങൾ സമർപ്പിക്കുന്നതും അതെല്ലാം അവർക്ക് തന്നെ സാധിച്ച് കിട്ടുന്നതും. ആ പ്രാർത്ഥന എങ്ങനെയാണ്? ഇപ്പോൾ ആദ്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ചൊല്ലി ആരംഭിക്കുന്നു. അതിനുശേഷം ആബാ പിതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ വിലയേറിയ തിരുരക്തത്താൽ എൻ്റെ പാപങ്ങൾ കഴുകി എന്നെ വിശുദ്ധീകരിക്കണമെന്ന് 3 വട്ടം ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു. പിന്നീട് വരുന്ന ഒരു പ്രാർത്ഥന, മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ മനുഷ്യനായി അവതരിച്ച് പീഡകൾ സഹിച്ച് കുരിശുമരണം വരിച്ച് ഉത്ഥാനം ചെയ്ത മിശിഹായെ, അങ്ങ് സത്യദൈവമാണെന്നും അങ്ങല്ലാതെ വേറെ ദൈവമില്ലെന്നും ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു, അതരം കൊണ്ട് ഏറ്റുപറയുന്നു. ഈ ഒരു പ്രാർത്ഥന 3 പ്രാവശ്യം ചൊല്ലുന്നു. പിന്നീട് ഉള്ള പ്രാർത്ഥന അത് നമുക്ക് ഈ ഒരു രൂപത്തിൻ്റെ സൈഡിലായി തന്നെ എഴുതി വച്ചിട്ടുണ്ട്. 33 പ്രാവശ്യം നമ്മൾ ചെല്ലേണ്ട പ്രാർത്ഥനയാണ്. ലോകരക്ഷകനായ യേശുനാഥ, അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. നിർഭാഗ്യപാപിയായി ഞാൻ മനസ്സൊരുക്കി അപേക്ഷിച്ചാൽ അങ്ങ് ഉപേക്ഷിക്കുകയില്ല. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ച് തരണമേ. അതിനുശേഷം നമ്മുടെ നിയോഗം പറഞ്ഞ് 33 പ്രാവശ്യമാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഈ പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം ഈശോയുടെ പീഡാസഹനങ്ങളിൽ കാൽവരിയോളം കൂടെ നടന്ന പരിശുദ്ധ അമ്മേ, എൻ്റെ സഹനങ്ങളിൽ എനിക്ക് ശക്തി നൽകണമേ, പ്രലോഭനങ്ങളെ ജയിക്കാനും വിശുദ്ധിയിൽ വളരാനും എന്നെ സഹായിക്കണമേ എന്ന് ചൊല്ലി ആമേൻ ചൊല്ലുന്നു. പിന്നീട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. ഇതൊരു 3 വട്ടം ചൊല്ലിക്കൊണ്ടാണ് ഈ ഒരു പ്രാർത്ഥന അവസാനിപ്പിക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ നിയോഗങ്ങൾ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും കൈകെട്ടപ്പെട്ട ഈശോ സഹിച്ച ആ വേദനകളെയും നിന്ദാപമാനങ്ങളും എല്ലാം അത് നമ്മുടെ നന്മയ്ക്കായും പ്രാർത്ഥനയുമായി മാറും. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഉത്കണ്ഠകൾക്കിടയിലും പ്രതിസന്ധികൾക്കിടയിലും വേദനയ്ക്കിടയിലുമെല്ലാം ഒരു അല്പം ആശ്വാസത്തിനായി നമുക്കെല്ലാവർക്കും വന്ന് അണയാൻ സാധിക്കുന്ന ഒരു കേന്ദ്രമാണ്, അല്ലെങ്കിൽ ഒരു ഈശോയുടെ രൂപമാണ് കൈകെട്ടപ്പെട്ട ഈശോയുടെ ഈ ഒരു അത്ഭുത തിരുസ്വരൂപം. ഇത് സ്ഥിതി ചെയ്യുന്നത് കുട്ടിക്കാനത്താണ്. കുട്ടിക്കാനത്തെ OCD വൈദികരുടെ നേതൃത്വത്തിലുള്ള എൽ കാർമലോ ധ്യാന കേന്ദ്രത്തിലാണ് ഈ ഒരു പ്രാർത്ഥന വീഥിയുള്ളത്. കുട്ടിക്കാനത്ത് നിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിക്ക് ഏകദേശം ഒരു 300 മീറ്റർ, കുട്ടിക്കാനം ടൗണിൽ നിന്ന് 300 മീറ്റർ മാറിയാണ് ഇടതുവശത്താണ് ഈ ഒരു ധ്യാന കേന്ദ്രവും OCD വൈദികരുടെ ഈ ആശ്രമവുമുള്ളത്. തീർച്ചയായിട്ടും ഈ വഴി പോകുന്നവരെല്ലാം ഈ ഒരു ആശ്രമത്തിൽ കയറുക. ഈ ഒരു കൈകെട്ടപ്പെട്ട ഈശോയുടെ അത്ഭുത തിരുസ്വരൂപത്തിന് മുമ്പിൽ അല്പം ത്യാഗം സഹിച്ച് അല്പനേരം ഇരിക്കുക, ഒന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നന്ദി.